വയനാട് മേപ്പാടി നെല്ലിമുണ്ടയിൽ ജനവാസ മേഖലയോട് ചേർന്ന് കരടി ഇറങ്ങി. ഇന്ന് വൈകിട്ടാണ് കരടിയെ നാട്ടുകാർ കണ്ടത്. പ്രദേശത്ത് നേരത്തെ കാട്ടാനയും ഇറങ്ങിയിരുന്നു. ഫൈസൽ നെടുമ്പാല ചേർന്നു. ഫൈസൽ, നേരത്തെ കാട്ടാന, ഇപ്പോൾ കരടി, പോരാത്തതിന് പുലിയുമുണ്ട്. ഈ നാട്ടുകാർ എങ്ങനെ ജീവിക്കും ഇവിടെ? സച്ചിൻ സൂചിപ്പിച്ചതുപോലത്തെയാണ് കാര്യങ്ങൾ. കാട്ടാനക്ക് പുറമെ പുലിയും അതിനുശേഷം ഇപ്പോൾ കരടിയും ജനവാസ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. വന്യമൃഗ ശല്യത്താൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് ജനം. എങ്ങനെ ജീവിക്കുമെന്ന് അറിയാത്തൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്നിപ്പോൾ നമ്മൾ കരടിയുടെ ദൃശ്യം കാണുന്ന അതേ ഇടത്താണ് ഇന്നലെ കാട്ടാന ഉണ്ടായിരുന്നത്. ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഇത്തരത്തിൽ കരടിയെ നാട്ടുകാർ കണ്ടത്. ദൃശ്യങ്ങളിൽ നമുക്ക് ഒരു കരടിയെയും ഒരു കുഞ്ഞിനെയുമാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ നാട്ടുകാർ പറയുന്നത് പ്രകാരം 2 കരടിയും 2 കുഞ്ഞുങ്ങളും പ്രദേശത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഇതിന് വനംവകുപ്പ് പ്രദേശത്തെത്തി നിരീക്ഷണമൊക്കെ ശക്തമാക്കുന്നുണ്ടെങ്കിലും ഈ കരടിയെ കാട്ടിലേക്ക് തുരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ല. ഇതിനൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ഈ ഒരു കുന്നുംപുറത്തിന്റെ 4 ഭാഗവും ജനവാസ മേഖലയാണ്. ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഈ മേപ്പാടി നെല്ലിമുണ്ട എന്ന് പറയുന്ന പ്രദേശം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കരടിയെ എങ്ങനെ ഇവിടെ നിന്ന് തുരത്തും എന്നുള്ള കാര്യത്തിൽ വലിയൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇത് നിലവിൽ ഇപ്പോൾ ഈ കാണുന്ന കുന്നും പ്രദേശത്ത് തമ്പടിച്ചിരിക്കുകയാണ്. വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇനി തുടർ നടപടികളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടറിയേണ്ടി വരും. സച്ചിൻ.